അവന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കുവാനും ഹല്ലേലൂയ സുവിശേഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുവാനും ഒക്കെയാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. രണ്ടാമനെ ദൈവത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്തവണ്ണമാണ് ദൈവം നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, മാനവരാശി രക്ഷയ്ക്ക് വേണ്ടി ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരോടും സുവിശേഷം ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവായ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ. 2024 വർഷക്കാലങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ബലിയാടായി തീർന്ന കർത്താവായ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹല്ലേലൂയ. പാപങ്ങളും ശാപങ്ങളും എല്ലാം കർത്താവായ യേശു ക്രിസ്തു ഏറ്റുവാങ്ങുകയും മനുഷ്യനെ ഹല്ലേലൂയ അവന്റെ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയും കർത്താവ് ക്രൂശിലേറുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങള് ഹല്ലേലൂയ ലോകമെമ്പാടും സുവിശേഷം അറിയിക്കണം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നു. ഹല്ലേലൂയ. 2024 വർഷക്കാലങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ബലിയാടായി തീർന്ന കർത്താവായ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം മനുഷ്യന്റെ കഷ്ടതയും വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റുന്നതിനായി, അവന്റെ പ്രയാസത്തിൽ നിന്ന് വിടുവിക്കുന്നതിനായി, അവന്റെ പാപത്തിൽ നിന്ന് അവനെ വിടുവിക്കുന്നതിനായി, അവന്റെ ശാപത്തിൽ നിന്ന് അവനെ വിടുവിക്കുന്നതിനായാണ് മനുഷ്യ ജന്മമെടുത്ത് കർത്താവ് യേശു ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ലാത്തതിനാൽ കർത്താവ് നമുക്ക് വേണ്ടി മനുഷ്യയെ അവതരിച്ച് രക്തം ചൊരിഞ്ഞ് കാൽവരി ക്രൂശിൽ ബലിയാടായി തീർന്നു. അത് ഞങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സുവിശേഷം അറിയിക്കുന്നത് സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നു. ഏകസത്യദൈവമായ ഒരുവൻ, ഹല്ലേലൂയ, അവൻ മാത്രമാണ്. മനുഷ്യന്റെ കഷ്ടതയിൽ നിന്ന്, മനുഷ്യൻ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രയാസങ്ങൾക്ക്, അവന്റെ പാപങ്ങൾ, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ രോഗങ്ങളും അതുപോലെ അവനെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ കഷ്ടതയിൽ വേദനയുള്ളൂ. മനുഷ്യൻ നശിച്ചു പോകുന്നതിൽ വേദനയുള്ളത് ദൈവത്തിന് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നത്. മാനവരാശിയുടെ സകല മനുഷ്യരുടെയും ഹല്ലേലൂയ രക്ഷയ്ക്കായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ക്രൂശിനായി തീർന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 4:10 ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമല്ലാതെ മറ്റു നാമമില്ല. മനുഷ്യൻ രക്ഷയ്ക്കായിട്ടാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ വേദനിക്കുന്നതില്, മനുഷ്യൻ കഷ്ടപ്പെടുന്നതില്, മനുഷ്യന്റെ പ്രയാസങ്ങളില് ദുഃഖം, വേദനയുള്ളത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അത് തന്നെയാണ് പറഞ്ഞത്, മറ്റാർക്കുമില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരു മനുഷ്യൻ വേദനയ്ക്ക് ഒരു മകളോ മകനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വേദനയോ പ്രയാസം വന്നാൽ അവരുടെ ബന്ധത്തിൽപ്പെട്ടവർക്ക് പോലും അതിന് സങ്കടമില്ല. ഹല്ലേലൂയ. എന്നാൽ സ്വന്തം മക്കൾക്ക് പോലും വേദനകൾ വന്നാൽ മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ടാകുന്നത് വളരെ അപൂർവമാണ്. പക്ഷെ മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ട്. അവ കുഞ്ഞുങ്ങളുടെ വേദനയും കുഞ്ഞുങ്ങളുടെ പ്രയാസം, കുഞ്ഞുങ്ങളുടെ അവരുടെ പോക്കിലും വരവിലുമെല്ലാം ഇന്ന് നമുക്കറിയാം ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്ന് ഹല്ലേലൂയ 10-25 വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെയും ഇന്ന് മയക്കുമരുന്നിനും ഒക്കെ അടിമയായി പോവുകയാണ്. എത്രയോ മാതാപിതാക്കൾ വേദനിക്കുന്നു. എത്രയോ പിതാ ഹല്ലേലൂയ എന്തിനിവരേക്ക് ജന്മം നൽകിയെന്ന് പോലും മാതാപിതാക്കൾ ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത്രമാത്രം വേദനയാണ് സ്വന്തം മക്കൾ ഹല്ലേലൂയ വഴിതെറ്റി പോകുമ്പോൾ മാതാപിതാക്കൾക്ക് നല്ല വേദന തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തില്, ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടങ്ങളില് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് ഹല്ലേലൂയ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുവാനും അതുപോലെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയി ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വിളിച്ചുണർത്തിയിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഈ പറയുന്ന പോലുള്ള മറ്റു മയക്കുമരുന്നുകൾക്കോ അല്ലെങ്കിൽ മറ്റു വഴിതെറ്റിയുള്ള യാത്രകൾക്കോ ഒന്നും ഇടയായി തീർന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ദൈവം ഒരുവന് മാത്രമേ
മനുഷ്യന്റെ വേദനയിലും അവന്റെ പ്രയാസത്തിലും അവന്റെ കഷ്ടതയിലും ഒക്കെയും മനുഷ്യ ദൈവത്തിന് മാത്രമേ വേദനയുള്ളൂ. അതുകൊണ്ടാണ് അവൻ രക്ഷകനായി ഭൂമിയിലേക്ക് അവൻ കടന്നു വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ രക്ഷകൻ ഒരു പേര് വന്നത്. അതുകൊണ്ടാണ് അവർ രക്ഷിക്കുന്നവനായതുകൊണ്ടാണ് അവൻ രക്ഷകൻ എന്ന പേര് ലഭിച്ചത്. ഹല്ലേലൂയ. ഓർക്കണമേ, നമ്മുടെയൊക്കെ ഹല്ലേലൂയ മാനവരാശിയുടെ മനുഷ്യകുലത്തെ മുഴുവൻ അവരെ രക്ഷിക്കുന്നതിനായി ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ പറയുന്നത്, മറ്റൊരുത്തൻ രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമമില്ലാതെ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. മാതാപിതാക്കൾ ഹല്ലേലൂയ മാതാപിതാക്കളുടെ വേദനകൾക്ക് പരിഹാരമാണത്. ഹല്ലേലൂയ. മാതാപിതാക്കളുടെ മാത്രമല്ല, ഇന്ന് ഭൂമിയിലായിരിക്കുന്ന എല്ലാവരുടെയും വേദനകൾക്ക് പരിഹാരകനായി വന്നിരിക്കുന്ന കർത്താവായ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. മനുഷ്യന്റെ വേദനയിലും അവന്റെ പ്രയാസത്തിലും അവന്റെ കഷ്ടതയിലും ഹല്ലേലൂയ ആശ്വാസം പകരാൻ കഴിയുന്ന ഒരേ ഒരു നാമം യേശു എന്നൊരു നാമമാണ്. ഹല്ലേലൂയ. യേശുവിനെ ഹല്ലേലൂയ അവന്റെ നാമത്തെ ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എന്നും അവൻ തുണ തന്നെയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് രോഗങ്ങളായി ഭാരപ്പെടുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പലവിധ രോഗങ്ങൾ, പലവിധ മനുഷ്യർക്ക് രോഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ രോഗങ്ങളാൽ വളരെയധികം വേദനപ്പെടുന്നവരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള. ഹല്ലേലൂയ. എന്നാൽ പറയട്ടെ, ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സയിലോ അല്ലെങ്കിൽ PhD എടുത്ത് വിദേശത്ത് വന്ന ഡോക്ടർമാർ വിചാരിച്ചാൽ പോലും ഹല്ലേലൂയ ചില രോഗങ്ങൾക്കൊന്നും ഹല്ലേലൂയ നിയന്ത്രിക്കാൻ കഴിയുന്നത്, ചില രോഗങ്ങൾക്കൊന്നും മരുന്നില്ലാതെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത രോഗങ്ങൾ, എത്ര ചികിത്സിച്ചാലും ഭേദമാകാത്ത രോഗങ്ങളാണ് ഇന്ന് മനുഷ്യർക്കൊക്കെയും ഉള്ളത്. ഓർക്കണമേ, അതുകൊണ്ട് തന്നെ പറയട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ ചികിത്സിച്ചാൽ ഭേദമാകാത്ത രോഗങ്ങൾ പോലും ഹല്ലേലൂയ ഒരു പരിഹാരകൻ ഹല്ലേലൂയ രോഗത്തെ ചികിത്സിച്ചവനായ കർത്താവ് യേശുവിന് അവന്റെ നാമത്തെ വിളിക്കുന്നുവെങ്കിൽ, അവനെ ഹല്ലേലൂയ അഭയം പ്രാപിക്കുന്നുവെങ്കിൽ, നമ്മുടെ രോഗത്തിന്, നമ്മുടെ പാപത്തിന് എല്ലാത്തിനും പരിഹാരകൻ ഒരുവൻ മാത്രമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവായ യേശുവിനെ നമുക്കറിയാം. ഹല്ലേലൂയ. കാൽവരിയിൽ കുരിശിൽ ബലിയാടായി തീർന്നത് മാനവരാശി രക്ഷയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്നുമെല്ലാം മോചനം കൊടുക്കുന്നതിനായി. ഹല്ലേലൂയ. 2024 വർഷക്കാലങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ കുരിശിൽ ബലിയാടായി തീർന്ന കർത്താവായ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആർക്ക് വേണേലും ഹല്ലേലൂയ ദൈവത്തിൽ അഭയം പ്രാപിക്കാം. ആർക്ക് വേണമെങ്കിലും ഹല്ലേലൂയ. ഓരോരുത്തരുടെ ഇഷ്ടമാണത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ രക്ഷകൻ ഒരുവൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ വിളിച്ചു പറയുന്നതിന് കാരണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ പോലെ മറ്റാർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല, മറ്റാർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്ന രക്ഷാപദ്ധതി അതാണ് കാൽവരി ക്രൂശിൽ ബലിയാടായ. ഹല്ലേലൂയ. നമ്മുടെ കൈകാലുകൾ കർത്താവിന്റെ കൈകാലുകൾ തുളച്ചതൊക്കെയും മനുഷ്യന്റെ പോക്കിന്റെ മനുഷ്യന്റെ ഹല്ലേലൂയ മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്തവണ്ണം മനുഷ്യന്റെ ഹല്ലേലൂയ അവൻ സ്വന്തമായ രീതിയിൽ പല യാത്രകൾ അവൻ ചെയ്ത് അവന് ഹല്ലേലൂയ അവനെ സ്വന്തമായി ഹല്ലേലൂയ അവന്റെ മനസ്സിനെയോ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തെയോ നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം മനുഷ്യൻ ഹല്ലേലൂയ ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നു നമുക്ക് പറയാൻ കഴിയാത്തൊരു കാലഘട്ടമാണ് ഇന്ന്. ഹല്ലേലൂയ. കൂട്ടുകൂടിയതും അതുപോലെ തന്നെ ഇഷ്ടംപോലെ നമ്മൾ നടക്കുന്നു. എന്നാൽ ഓർക്കണമേ, തിരിച്ചു വരിക, തിരിച്ച് ഹല്ലേലൂയ വരിക. അതാണ് ഹല്ലേലൂയ മാനസാന്തരം എന്ന് പറയുന്നത്. കാലം തികഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം സംഭവിച്ചിരിക്കൽ മാനസാന്തരം കർത്താവിൽ വിശ്വസിക്കുക. അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുവേൻ. മാനസാന്തരം ഹല്ലേലൂയ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ ഒരു വ്യക്തിത്വ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഓർക്കണമേ, അതുകൊണ്ട് തന്നെ നമ്മുടെ നടപ്പുകൾ നമുക്കറിയാം. നമ്മൾ ഇന്ന് പ്രായമാകുമ്പോൾ ഹല്ലേലൂയ നമ്മൾ വീണു പോകുന്നു, നമുക്ക് രോഗങ്ങൾ വരുന്നു, നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥകൾ വരുന്നു. ഇന്ന് രാവിലെ നമുക്കറിയാം, ഇന്ന് പലരും എഴുന്നേറ്റ് വന്നിരിക്കുന്നു. ഇന്ന് പ്രഭാതം കാണാൻ ദൈവം അവരെയൊക്കെ അനുഭവിച്ചു. അതിന് നന്ദി പറയുക. നമ്മൾ ഹല്ലേലൂയ ദൈവത്തോട് നന്ദി പറയുക. ഹല്ലേലൂയ. ഓർക്കണമേ, എന്നാൽ രാവിലെ എഴുന്നേറ്റ് വരാൻ കഴിയാത്തവരുണ്ട്. ഇന്ന് ഹല്ലേലൂയ കട്ടിലേക്ക് കിടക്കുന്നു. കാലം നൂർത്ത് വെക്കാൻ കഴിയാത്തവര്, എഴുന്നേറ്റ് വരാൻ കഴിയാത്തവര്, ഇരിക്കാൻ കഴിയാത്തവര് എത്രയോ പേരുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു 3-4 ദിവസം മുമ്പ് നമ്മുടെ ഹല്ലേലൂയ ഞങ്ങളുടെ ഒരു സഹോദരൻ ഹല്ലേലൂയ അദ്ദേഹം ഹല്ലേലൂയ കട്ടിലേന്ന് വീണത് ഇന്ന് കാലുമൊക്കെ പൊട്ടി ഇന്ന് ആശുപത്രിയിൽ കിടക്കുന്നു. ഹല്ലേലൂയ. ഓർക്കണമേ, ഹല്ലേലൂയ ആ മനുഷ്യൻ ഹല്ലേലൂയ ആരോഗ്യത്തിൽ മനുഷ്യനായിരുന്നു. അതുപോലെയാണ് ഓരോരുത്തർക്കും. ഓർക്കണം, നമ്മൾക്കൊക്കെ എന്ത് വേണേലും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. രോഗങ്ങളുണ്ട്, പീഡകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഒക്കെയുമുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വിടുവിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് യേശു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കൂ, അവൻ നമ്മളെ കൈക്ക് പിടിച്ച് നടത്തും. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ അവൻ തുടച്ചു നൽകുന്നതാണ് പറഞ്ഞത്. ഹല്ലേലൂയ. വീട് കഴിഞ്ഞാൽ അവൻ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. മറ്റാരും നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ ബന്ധുക്കാർക്കോ നമ്മുടെ സ്വന്തക്കാർക്കോ ഒന്നും ഹല്ലേലൂയ നമ്മളൊന്ന് വീണാൽ എഴുന്നേൽപ്പിക്കാൻ തോന്നത്തില്ല. ഹല്ലേലൂയ. ആശുപത്രി കിടന്നാൽ ഹല്ലേലൂയ നമ്മളെ ഒന്ന് വന്ന് കാണുക പോലും ചെയ്യാത്തവരുണ്ട്. എന്നാൽ ഓർക്കണമേ, ഒരുവനുണ്ട് നമ്മുടെ കൂടെ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വേദനയിലും നമ്മുടെ പ്രയാസത്തിലും നമ്മുടെ കഷ്ടതയിലുമൊക്കെയും നമുക്ക് ആശ്രയമായിരിക്കുന്നവനെ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമല്ലാത്ത മറ്റു നാമമില്ലാതെ ഞങ്ങൾ പറയുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുക, വിശ്വസിക്കുക, സ്ഥാനമേൽക്കുക ചെയ്യുക, നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കുക. വിശ്വാസമാണ് ഏറ്റവും പ്രാതിനിധ്യം. വിശ്വസിക്കുക മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പണച്ചെലവുകളില്ല, അല്ലെങ്കിൽ നേർച്ച കാഴ്ചകളൊന്നും തന്നെ ഇല്ല. വിശ്വസിക്കുക. മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന
വിശ്വസിക്കുന്നവരെ അവൻ രക്ഷിക്കുക തന്നെയും. ഹാലലുയ. അവർ കടമേ കാലം തികഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം സംഭവിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുക. ഹാലലുയ. യേശുവിലും വിശ്വസിക്കുക. ഹാലലുയ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. സ്തോത്രം.